ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി വളരെയധികം പഠനങ്ങൾ ഇന്ന് ദിവസേന എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പിറകിലേക്ക് നോക്കാനുള്ള കഴിവുള്ള ഒരു ദൂരദർശിനിയാണ് ജെയിംസ് വെബ് ദൂരദർശിനി. അത് വളരെ ദൂരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അത് സമയത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്നു എന്ന രീതിയിൽ അതൊരു ടൈം മെഷീനും കൂടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഒരു രൂപഘടന എന്തായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പല രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോസ്മിക് വെബ്. ഒരു പ്രപഞ്ച നെറ്റിനെ പോലെ, ഒരു പ്രപഞ്ച ജാലകത്തിന്റെ ഒരു രൂപകൽപ്പന. ഇത്തരത്തിലുള്ള ഒരു പ്രപഞ്ച ജാലം, കോസ്മിക് വെബ്, ശാസ്ത്രജ്ഞര് ഹൈപ്പോത്തറ്റിക്കലായിട്ട് സങ്കല്പിച്ചിരുന്നു. നമുക്ക് അടുത്ത് കാണാവുന്ന ഗാലക്സികളെ വെച്ച് ഈ ഗാലക്സികൾ പല ക്ലസ്റ്റേഴ്സ് ആയിട്ടും ഇത് ആ ക്ലസ്റ്റേഴ്സുകൾ തമ്മിൽ നേരിയ ഫിലമെന്റുകൾ, നേരിയ നൂലുകൾ പോലുള്ള സ്ട്രക്ചേഴ്സാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത് പ്രപഞ്ചവ്യാപകമായ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന സംഘടനത്തിന്റെ ഒരു ഭാഗമാണ്, പ്രപഞ്ച രൂപരേഖയുടെ ഒരു മാതൃകയാണ് എന്ന് സങ്കല്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ഗണിതശാസ്ത്രപരമായിട്ടുള്ള മോഡലിങ്ങുകളും ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള തിയറിറ്റിക്കൽ മോഡലിംഗ്സും നടത്തിയിരുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഇപ്പോൾ കാട്ടിത്തരുന്നത് പ്രപഞ്ചത്തിന്റെ ആദ്യ ഒരു കാലഘട്ടത്തിൽ തന്നെ, അതായത് പ്രപഞ്ചം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ 100 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കോസ്മിക് വെബിനെ നമുക്ക് ദർശിക്കാമെന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വളരെ ദൂരത്തിലേക്ക് നോക്കുമ്പോൾ അത് ഈ കോസ്മിക് വെബിനെ പ്രകാശിപ്പിക്കുന്ന ചില സ്പേസ് ഒബ്ജക്ട്സിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരമൊരു വെബിനെ നമുക്ക് ദൃശ്യമായത്. ക്വാസേഴ്സ് എന്നറിയപ്പെടുന്ന വളരെ പ്രകാശമുള്ള ചില ബഹിരാകാശ നക്ഷത്രങ്ങൾ, ഒബ്ജക്ട്സ്, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ കോസ്മിക് വെബിന്റെ നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഹവായിലുള്ള ഒരു ഒബ്സർവേറ്ററി, കെക് ഒബ്സർവേറ്ററി എന്നറിയപ്പെടുന്ന ഒബ്സർവേറ്ററിയിൽ വളരെ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ടെലിസ്കോപ്പുകളുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. അവിടെ കെക് കോസ്മിക് വെബ് ഇമേജർ അല്ലെങ്കിൽ KCWI എന്നൊരു ഉപകരണം കോസ്മിക് വെബിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ KCWIയുടെ അടുത്ത കാലത്തെ നിരീക്ഷണങ്ങളിൽ നിന്ന് ഈ കോസ്മിക് വെബിനെ കുറിച്ച് നമുക്ക് പ്രകാശിപ്പിക്കുന്ന ക്വാസേഴ്സിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രമല്ല, അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ഉള്ളതിന്റെ നേരിട്ട് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കാര്യമല്ല, നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് വാസ്തവത്തിൽ ഉള്ളതാണ് എന്നുള്ളതിന്റെ നേരിട്ടുള്ള തെളിവുകളാണ് KCWIയുടെ പഠനങ്ങൾ കാട്ടിത്തരുന്നത്. ഒരു വലിയ ഒരു ജാലം പോലെ, വലിയൊരു നെറ്റ് പോലെ നിലനിൽക്കുന്ന ഈ കോസ്മിക് വെബ്, അത് സ്പേസിൽ ഒരു 3 ഡയമെൻഷണൽ നെറ്റായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ 3 ഡയമെൻഷണൽ ഇമേജാണ് KCWIയുടെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കോസ്മിക് വെബ് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ഇരുണ്ട ദ്രാവകം എന്ന് പറയുന്ന കാര്യവും ഹൈഡ്രജൻ എന്നുള്ള നേർത്ത മൂല്യവും ചേർന്നിട്ടാണ്. ഈ ഇരുണ്ട ദ്രാവകത്തെ കുറിച്ച് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല. അത് മറ്റു മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് അതിന്റെ പ്രസൻസിനെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു. ഈ ഇരുണ്ട മാറ്ററും ഹൈഡ്രജനും ചേർന്നിട്ടുള്ളതാണ് ഈ കോസ്മിക് വെബ്.
ഹൈഡ്രജൻ വളരെ നേർത്ത ഒരു ഗ്യാസാണ്. അതിന്റെ പ്രകാശം അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രപഞ്ചത്തിലെ മറ്റ് നക്ഷത്രങ്ങളും താരാപഥങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോസ്മിക് വെബിന്റെ ഒരു നേരിയ ആ പ്രകാശം നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് KCWI ചെയ്യുന്നത്. ഈ കോസ്മിക് വെബിനെ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് പ്രപഞ്ചം എങ്ങനെ പരിണമിച്ചു വരുന്നു, ഇവോൾവ് ചെയ്തു വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടും. ഈ പ്രപഞ്ചത്തില് നക്ഷത്രക്കൂട്ടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അത് എങ്ങനെ ഇല്ലാതാകുന്നു, പിന്നീട് വീണ്ടും പുതിയ നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെ രൂപീകൃതമാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഈ കോസ്മിക് വെബിന്റെ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഭദ്രമായിട്ട് കിട്ടാൻ ഇടയുണ്ട്. അതുകൂടാതെ തന്നെ ഡാർക്ക് മാറ്റർ എന്നറിയുന്ന നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ ദ്രവ്യം, അതിനെക്കുറിച്ചും കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടാൻ ഇടയുണ്ട്. അപ്പൊ ഏറ്റവും അത്ഭുതകരവും സവിശേഷത ആർന്നമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ കോസ്മിക് വെബ് എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു രൂപഘടനയുടെ ഒരു മാതൃകയായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരസ്പര ബന്ധിതമായിട്ടുള്ള നിലനിൽപ്പിനെ അത് സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തില് നക്ഷത്രങ്ങളും താരാപഥങ്ങളും മറ്റ് പ്രതിഭാസങ്ങളും വളരെ നിയന്ത്രിക്കാത്ത രീതിയിൽ ആണ് നിലനിൽക്കുന്നതായിട്ടാണ്, വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ് നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊരു കോസ്മിക് ലോയിൽ അധിഷ്ഠിതമായിട്ട് ഒരു സ്ട്രക്ചറോടുകൂടി, ഒരു ആർക്കിടെക്ചറോടുകൂടിയാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കോസ്മിക് വെബ് നമ്മളെ കാട്ടിത്തരുന്നത്. ഈ കോസ്മിക് വെബിന്റെ മറ്റൊരു സവിശേഷത, ഇത് രൂപത്തിലും അതിന്റെ റേഷ്യോകളിലും അത് ന്യൂറൽ നെറ്റ്വർക്സിന് വളരെയധികം സിമിലർ ആണ് എന്നുള്ളതാണ്. ന്യൂറൽ നെറ്റ്വർക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ബ്രെയിൻ കണക്ഷൻസ്, ബ്രെയിനിലെ ന്യൂറോൺ കണക്ഷൻസ് തുടങ്ങിയവ ഈ കോസ്മിക് വെബിന് സമാനതകളുള്ളതാണ്. അത് മാത്രമല്ല, പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങൾ, വൃക്ഷങ്ങൾ തമ്മിൽ ഒരു ഫംഗൽ നെറ്റ്വർക്കിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു വുഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു സവിശേഷതയാണെന്ന് പറയുന്നു. അതും ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമാണ്. ചില ഉറുമ്പുകള് അവരുടെ കോളനികള് സൃഷ്ടിക്കുന്നത് ഇത്തരം ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ ജൈവവും അജൈവവുമായിട്ടുള്ള വസ്തുക്കളിലെല്ലാം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്. ആ ന്യൂറൽ നെറ്റ്വർക്കിന് സമാനമാണ് കോസ്മിക് വെബ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനും അതിന്റെ സത്ത എന്താണെന്ന് അറിയാനും നമ്മളെ ചിന്തിപ്പിക്കുന്ന വലിയൊരു ഘടകമാണ് കോസ്മിക് വെബ്. ഇനി ജെയിംസ് വെബ് ദൂരദർശനിലൂടെയും കെക് കോസ്മിക് വെബ് ഇമേജറിലൂടെയും നമുക്ക് കിട്ടുന്ന പുതിയ ദൃശ്യങ്ങള് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കും.